നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇപ്പൊ നമുക്കൊരു സമാധാനത്തിന് കല്യാണം 14 മാസം കഴിഞ്ഞ് നടത്താം. അതല്ലെങ്കിൽ ജോത്സ്യൻ ഒരു മുഹൂർത്തം കൂടി പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ. ജോത്സ്യൻ എന്താ പറഞ്ഞ ദേവ? വിവാഹത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? വിവാഹത്തിന് തടസ്സമൊന്നുമില്ല. കുട്ടികളുടെ നാളുകൾ തമ്മിൽ നല്ല ചേർച്ചയുമാണ്. പക്ഷേ മുഹൂർത്തമാണ് പ്രശ്നം. എന്തുപറ്റി? 14 മാസം കഴിഞ്ഞ ഇനി മുഹൂർത്തമുള്ളൂ. അയ്യോ, അത് കഷ്ടായല്ലോ. ഇപ്പൊ നമുക്കൊരു സമാധാനത്തിന് കല്യാണം 14 മാസം കഴിഞ്ഞ് നടത്താം. അതല്ലെങ്കിൽ ജോത്സ്യൻ ഒരു മുഹൂർത്തം കൂടി പറഞ്ഞിട്ടുണ്ട്. നാളെ രാവിലെ. നാളെ രാവിലെയോ? അതെ, ഏറ്റവും ഉത്തമമായ ഒരു മുഹൂർത്തമുണ്ട്. അത് നാളെ രാവിലെയാ. അല്ലെങ്കിൽ പിന്നെ വൈകും. ഞങ്ങൾ അവിടെ വെച്ചൊരു തീരുമാനം പറഞ്ഞില്ല. നിങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ആലോചിച്ചിട്ടാവാന്ന് കരുതി. അല്ല, ഇതിലിപ്പോ എന്താ ദേവ ഇത്രയും ആലോചിക്കാനുള്ളത്? കല്യാണം കെങ്കേമമായിട്ട് നടത്താനൊന്നും നമുക്ക് ഉദ്ദേശമില്ലല്ലോ. വേണ്ടപ്പെട്ടവരുണ്ടാവുക, ഒരു താലി കഴുത്തിൽ വെക്കുക, അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ടെന്ന് ജീവയുടെ അമ്മയും പറഞ്ഞിരിക്കല്ലേ. അതൊക്കെ ശരിയാമ്മേ. എന്നാലും അവളുടെ വിവാഹത്തെക്കുറിച്ച് ഒരു ചെറിയ സങ്കല്പമൊക്കെ നമുക്കില്ലേ? ഒരു ചടങ്ങാണോ വലുത്, അതോ സൗഭാഗ്യത്തോടു കൂടിയുള്ള അവളുടെ ജീവിതമാണോ വലുത്? അതൊന്ന് ആലോചിച്ച് നോക്ക്. അല്ലച്ചാം, ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ സംസാരിക്കാൻ ഇവിടെ കാരണവന്മാരുണ്ട്. ഇപ്പൊ ഇവിടെ നിന്റെ അഭിപ്രായത്തിന്റെ കാര്യമൊന്നുമില്ല. പൊയ്ക്കോ. അല്ല, കുട്ടിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? വേറൊന്നുമില്ല. പെട്ടെന്നാകുമ്പോ വെട്ടിമുറിച്ചതുപോലെ ഞങ്ങളെയൊക്കെ വിട്ടു പോകേണ്ടി വരില്ലേ, അതിന്റെ വിഷമം. അതിന് ഞാൻ കുട്ടിയെ പിടിച്ചോണ്ട് പോകുന്നൊന്നുമല്ലല്ലോ. എപ്പോ വേണമെങ്കിലും കുട്ടിക്ക് ഇങ്ങോട്ട് വരാം. അച്ഛന്റെയും അമ്മയുടെയും കൂടെ നിൽക്കുകയും ചെയ്യാം. അതിനെന്താ? ബന്ധുക്കൾക്ക് ചിലപ്പോ ചില പരാതികളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഞാൻ കുട്ടികളുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അവർക്ക് ഏറ്റവും ഉത്തമമായ മുഹൂർത്തം നാളെയാണെങ്കിൽ ആ വിവാഹത്തിന് ഞങ്ങൾ തയ്യാറാ. ദേവ, കണിമംഗലത്തെ കാര്യമല്ലേ നീ ആലോചിക്കുന്നത്? ഇതെന്താ അവർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമാണോ? തൽക്കാലം ഇതങ്ങ് ഉറപ്പിക്കുക, എന്നിട്ട് അവരെയൊക്കെ വിളിച്ച് പറയാം. ഉറപ്പിച്ചോളൂ, നീട്ടണ്ട. മുഹൂർത്തമാണ് പ്രശ്നം. നാളെ രാവിലെ.
സൂര്യ ദാ, സൂര്യ ദാ. കൽപ്പന, കുറെ നാളുകൾക്ക് ശേഷം കുറച്ച് മണിക്കൂറുകൾ ജീവിച്ചു എന്നൊരു തോന്നൽ. താങ്ക്സ് ഡാ. ഈ യാത്രയിലെ ഉദ്ദേശം എന്തായാലും അതിലെ ഭാഗ്യവാൻ ഞാനാ. ഐ എം റിയലി സോറി സൂര്യ. ഞാൻ എന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചപ്പോൾ ഞാൻ സൂര്യ മറന്നുപോയി. എനിക്ക് തെറ്റു പറ്റിപ്പോയി. ഇനി എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല സൂര്യ. നമ്മൾ എന്തിനാ വെറുതെ തമ്മി തല്ലുന്നേ? നമുക്ക് തമാശകൾ പറഞ്ഞ് മറ്റുള്ളവരെ പോലെ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകും. ആ. ദാ സൂര്യ കഴിക്കും. സൂര്യയോടുള്ള ദേഷ്യത്തിന്റെ പേരില് എല്ലാരോടും ഞാൻ മുഷിഞ്ഞു. ഇനി പതുക്കെ പതുക്കെ അതെല്ലാം മാറ്റിയെടുക്കണം. ദാ സൂര്യ കഴിക്കേ. വേണ്ടടോ, എന്റെ വയറ് നിറഞ്ഞു. അങ്ങനെ പറഞ്ഞാ പറ്റൂല. ഇത് കഴിച്ചേ പറ്റൂ. ദാ കഴിക്കേ തുറക്ക്. ആ മോനെ, എന്താമ്മേ? ഒന്നുമില്ലടാ. നീ ഭക്ഷണം കഴിച്ചോ? ആ, കഴിച്ചാമേ. വയറ് നിറച്ച് കഴിച്ചു. കൽപ്പന ഭാരത്തുനിന്ന് എനിക്ക്. മുത്തശ്ശി, ഇന്ന് നമുക്ക് ഒരുപാട് നേരം പുറത്ത് നടക്കണം കേട്ടോ. ആകാശമൊക്കെ തെളിഞ്ഞു നിൽക്കല്ലേ, അതുപോലെയാ ഇപ്പൊ എന്റെ മനസ്സും. എല്ലാത്തിനും കാരണം ദേ ഇവളാ. എന്നാ നിങ്ങൾ തയ്യാറാവും മക്കളെ. വാ മോളെ. ആ ശരി മോളെ. അമ്മയ്ക്കും മുത്തശ്ശിക്കും വലിയ സന്തോഷായി. ആ എനിക്ക് അതെ. വീൽ ചെയറിലിരിക്കുന്ന ആളാ. കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പാറക്കെട്ടിന് മുകളിൽ നിന്നോ മറ്റോ തള്ളിയിട്ടാൽ മതി. അബദ്ധമാണെന്ന് എല്ലാവരും കരുതിക്കോളൂ. ശരി സാർ, ഞങ്ങൾ വരേണ്ട സ്പോട്ട് മാത്രം പറഞ്ഞാൽ മതി. അത് ഞാൻ കൃത്യമായിട്ട് ലൊക്കേഷൻ അയക്കാം. ഒരു കാര്യം, യാതൊരു കാരണവശാലും ആർക്കും ഒരു സംശയം തോന്നരുത്. അത് കള സാറേ, ഞങ്ങൾ ഈ പണി തുടങ്ങിയിട്ട് കാലം കുറച്ചായി സാറേ. ഒറ്റ ചോദ്യം ഞങ്ങൾ ചോദിക്കാറുള്ളൂ, പെറുക്കിയെടുക്കാൻ ബാക്കിയുണ്ടാവണോ അതോ വേണ്ടയോന്നോ. ഇതുവരെ ഞങ്ങൾക്ക് വാക്ക് തെറ്റിയിട്ടില്ല. ഓക്കെ, ശരി സാർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.